മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. डोल बाजे डोल के डम डम बाजे डोल के डम डम बाजे. മാവേലി തമ്പുരാൻ മാടത്തിലിത്തിരി കയറിയിരുന്നിട്ടു പോകൂ. തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ചന്ദന പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദന പൂമയിലേ. ഓണപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം. അപ്പോ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി TCVയുടെ ഫൺ വിത്ത് മാവേലി, മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയുടെ മറ്റൊരു സന്തോഷ മുഹൂർത്തത്തിലേക്ക് നോം എത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലേ എത്രയോ അതിഥികളെയൊക്കെ നമ്മുടെ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ ഇനിയുണ്ട് എല്ലാ ദിവസവും രാത്രി, അതായത് അത്തം മുതൽ 10 നാള് TCVയിൽ രാത്രി 7:30 മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലി. അപ്പോൾ ഇന്നത്തെ ഫൺ വിത്ത് മാവേലിക്ക് അങ്ങോട്ട് തുടക്കം കുറിക്കാം. ഏവർക്കും അങ്ങോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ TCVയുടെ ഫൺ വിത്ത് മാവേലി ഇതാ ഇവിടെ കുറച്ച് ആളുകളുടെ അടുത്ത് മൈലാഞ്ചിയൊക്കെ ഇടുന്നോ. ഓമന് മൈലാഞ്ചി ഇട്ട് തരുവോ? എന്താ പേര്? നിത്യ. എങ്ങനെയുണ്ട് ഓണം? കൊള്ളാം, നല്ലതാ. ധാരാളം ഓർഡർ ആള് ഇവിടെ ഇരിക്കുക. എങ്ങോട്ടാ ഓർഡർ? ഇവിടെ ഇരിക്കുക. എന്നാ അവിടെ നീങ്ങിയിരുന്നോളാ. അല്ല പിന്നെ ഓമനെ കാണുമ്പോൾ ഓടിപ്പോണോ? എവിടെ വീട്? പാലക്കാട്. തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂരത്തെ ഈ അത്തപ്പൂക്കളൊക്കെ കണ്ടപ്പോ എന്ത് തോന്നി? കൊള്ളാം, നല്ലതാണ്. പഠിക്കുവാണോ? പഠിക്കുക. പേര്? സഫ. എവിടെ സ്ഥലം? കേച്ചേരി. വിദ്യ ചേർപ്പോടെ തന്നെയാ. അനുഗ്രഹ. ആർദ്ര. എവിടെ സ്ഥലം? തൃശ്ശൂരാണ്. അല്ലേ? റോസ്മരിയ. തൃശ്ശൂർ. അന്ന. തൃശ്ശൂർ തന്നെ. നാഹിദ. ചേലക്കര. അപ്പൊ തൃശ്ശൂരുകാരൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ കോളേജിലെ ഓണാഘോഷമൊക്കെ തുടങ്ങിയോ? എന്നാണ് പരിപാടി? എങ്ങനെയൊക്കെയാണ്? സാരിയൊക്കെ റെഡി ആക്കിയോ? എങ്ങനെയാണ്? വൈബ് ആക്കുവാണോ? അതെ, പരിപാടികൾ തുടങ്ങി. മത്സരങ്ങൾ അങ്ങനത്തെ ഒക്കെ പരിപാടി തുടങ്ങി. എന്നാ ഓണാഘോഷം? എന്നാ? 29-ാം തീയതി വെള്ളിയാഴ്ച. 29-ാം തീയതി. അടിച്ച് തകർക്കോ? അങ്ങനെയൊക്കെ വിചാരിക്കണു. ഉഷാറാക്കണം അല്ലേ? ഇതിലാരാ പാട്ട് പാടാൻ അറിയണത്? നമുക്ക് പേര് വിട്ടുപോയി. പേര് താട്ടെ. അല്ല, പേര് സഫാല. എന്തിട്ടല്ലേ? സഫ. നോമിനുണ്ടോ? ഒറ്റ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പേര് മറക്കില്ല. സഫേ, നോമിന് 2 വരെ അങ്ങോട്ട് പാട്ടൊന്ന് പാടി മൂളി തന്നേ. ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചുവലൊരു മാളിക കിട്ടാം, നിനക്കായി ഞാൻ തിരികെ വരുമോ നീ ഇന്നരികെ അണയുവാൻ, ഇനിയും ഉണരുമോ സ്വപ്നങ്ങൾ താണ്ടി ഞാൻ. ഒരു കൈയടിച്ചേ. സഫനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കണ്ട. ഒരു സമ്മാനം എടുത്തേ. ഓണക്കോടി തന്നെ കൊടുക്കാം. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന, പള്ളിക്കുളം റോഡിലുള്ള മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് സഫയ്ക്ക് കിട്ടിയേക്കണത്. ഞെട്ടിയില്ല എല്ലാവരും? ഒന്ന് കൈയടിച്ചേ. എണീറ്റ് സമ്മാനം മേടിക്കുമ്പോൾ എണീറ്റ് എല്ലാവരും ഒന്ന് ഒരുമിച്ച് തന്നേ. എന്നിട്ട് ഒരുമിച്ച് നിന്നോളാം, സമ്മാനം കൊടുക്കാൻ പോലെ.
അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, ഫൺ വിത്ത് മാവേലി, TCBയുടെ ഫൺ വിത്ത് മാവേലി മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് സഫീക്ക് നൽകുന്നത്. അതിലാരും ഒന്ന് കൈയടിച്ചേ. സന്തോഷായോ? ഇങ്ങനെ പ്രതീക്ഷിച്ചോ? ഒട്ടും പ്രതീക്ഷിച്ചില്ല. സമ്മാനം കിട്ടിയപ്പോഴോ സന്തോഷായി. അപ്പൊ ഒരു ഹാപ്പി ഓണം കൊടുത്തേ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവരും കൂടിയിട്ട്. ഒരു ജീവനില്ലാത്ത ഹാപ്പി ഓണം. ഒരു ഉഷാറായിട്ട് പറയേ ഹാപ്പി ഓണം. അപ്പൊ ജീവനൊക്കെ ഉണ്ടോ? ഒന്നോടെ കൊടുത്തോ. ഹാപ്പി ഓണം. TCBയുടെ ഫൺ വിത്ത് മാവേലി ഇവിടെ നിന്ന് വേറെ സ്ഥലത്തിട്ട് പോവാൻ തുടങ്ങിയപ്പോ ഉണ്ട്, പിടിച്ചു നിർത്തുക. പോവരുത്. അവിടെ നിക്ക് പോവല്ലേ എന്ന് പറഞ്ഞ. അയ്യോ പോകരുത് കേട്ടോ. എന്തായാലും 10 ദിവസം കഴിയണ്ട നോ പോവില്ല. ഇവിടുന്ന് ഗുജറാത്തിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. കരോഡ്പതി കോൻ ബനേഗ കരോഡ്പതി വിന്നറാണ്. ചെറിയ ആളല്ല. പിന്നീട് ഇതൊരു ആർട്ടിസ്റ്റ് ചന്ദ്രൻ. എന്താണ് കോൻ ബനാഗ കോർപതിയിലെ മലയാളം അറിയോ? കുറേശ്ശെ അറിയാം. അപ്പൊ നമുക്കാണെങ്കിൽ ഹിന്ദി കുറേശ്ശെ അറിയാം. അപ്പൊ എങ്ങനെയാണ് ഹിന്ദിയിൽ ഒരു പാട്ട് അങ്ങോട്ട് പാടിക്കേ? डोली तारो डोल बाजे डोल बाजे डोल के डम डम बाजे डोल के डम डम बाजे डोल. ആഹാ, ഒരു കൈയടിച്ചേ. എന്താ പേര്? സുഭദ്ര. ഇവരാരൊക്കെയാണ്? ഇത് ഞാൻ രാജൻ നായർ. ഇത് സുഭദ്ര, എന്റെ ധർമ്മഭക്തി. ഇത് ഫ്രണ്ട് ചന്ദ്രൻ. ഓണത്തിന് വന്നതാണോ? ഓണത്തിന് ഇപ്പൊ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ഓണം കഴിഞ്ഞപ്പോ. എങ്ങനെയുണ്ട് നമ്മുടെ ഓണത്തിന് വന്നിട്ട്? ആദ്യം അത്തത്തിന്റെ അന്ന് വന്നിട്ട് എന്ത് തന്നു കഴിക്കാൻ? മാവേലിയെ കാണാനും വേണ്ടി വന്നതല്ലേ? വന്നില്ലേ? നോമനെ കണ്ടില്ലേ? സന്തോഷമായി വന്നതാണ്. വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞല്ലേ. അപ്പോ പറഞ്ഞോളൂ. നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടേ പറഞ്ഞാൽ മതി, ഞാൻ അവിടെ പറഞ്ഞേക്കാം. അതെന്താണ് അങ്ങനെ? ഞങ്ങള് ഗുജറാത്തിൽ നിന്നല്ലേ. അങ്ങനെ പാതാളത്തിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് ആളായിട്ട്. അപ്പോഴാണ് അപ്പോ ഞാന് ഗുജറാത്തി ഇവിടെ വന്നിട്ട് ഡം ഡം ഢോലിറേ ല്ലേ. ഒന്നുകൂടെ പാടിക്കോ. डोल बाजे डोल के डम डम बाजे डोल के डोली तारो डोल बाजे डोल के डम डम बाजे डोल. ഡോള് ബാജിരെ പാടിയിട്ട് ഓണക്കോടി കൊണ്ടുപോവാണ്. ഡോള് ബാജിരെ ഗുജറാത്തിലേക്ക്. എന്തായാലും ആവട്ടെ, ഡോള് ബാജിരയ്ക്ക് ഒരു ഗുജറാത്തിലെ ഒരു ഓണക്കോടിയാണ് കൊടുത്തേക്കാം. അപ്പോൾ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫൺ വിത്ത് മാവേലിയുടെ ഒരു ഇടിവെട്ട് സമ്മാനം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഗുജറാത്തിൽ നിന്ന് വന്നിട്ട് ഓണക്കോടി കിട്ടിയിരിക്കുകയാണ്. ഢം ഢം കോല് ബാജിരെ. പിടിച്ചോളാ. സന്തോഷായോ? സന്തോഷായി. വെരി സന്തോഷം. ഉഷാറാവട്ടെ. അവര് ഹാപ്പി ഓണായിട്ട് പറഞ്ഞേ. അപ്പൊ നമ്മളിതാ കണ്ടോ, ഭീമം പൂക്കളത്തിന്റെ അടുത്താണ് വന്നിരിക്കണത്. ഇവിടെ ഒരു ചേച്ചി ഇങ്ങനെ ഓടിപ്പോണ്ട. നിക്ക എന്താണാവോ പേര്? അമ്മണിയമ്മ എന്നാ പറയാ. എവിടെ സ്ഥലം? കോലരി. ഈ ഓണം കൂട്ടായ്മേനെ സ്വാഗതം ചെയ്യുന്നു. മാവേലി തമ്പുരാനെ മാടത്തിലിത്തിരി കയറിയിരുന്നിട്ടു പോകൂ. സന്തോഷം. ഓണം ഉഷാറല്ലേ? അതെ. വീട്ടിലാരൊക്കെയുണ്ട്? മോനുണ്ട്, മരുമകളുണ്ട്, ഭർത്താവുണ്ട്, കൊച്ചുമോനുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോലി വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ റിട്ടയർഡായി. അപ്പൊ അങ്ങനെ വെറുതെ പോവണ്ട കേട്ടോ. പാട്ട് പാടിയ സ്ഥിതിക്ക് ഒരു ഓണപ്പുടവയും കൊടുത്തേക്കാം. അപ്പൊ നോം വന്ന് അടുത്ത് നിന്ന് ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ പോവാണ്. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണപ്പുടവയാണ് അങ്ങോട്ട് സമ്മാനമായി തരണത്. ഒന്ന് പിടിച്ചോളാ. സന്തോഷായി. പ്രതീക്ഷിച്ചോ? പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് മാവേലി തമ്പുരാൻ്റെ അടുത്ത് ഒരു പാട്ട് പാടണമെന്നുണ്ടായിരുന്നു. പഴയ പാട്ട് പാടി സന്തോഷമായി. സമ്മാനം കിട്ടി. അപ്പൊ ഈ വർഷം ഓണം അനുഗ്രഹമാവട്ടെ. അടുത്ത വർഷം ഇതുപോലെ നന്നായി പോട്ടെ. അപ്പോ TCBയുടെ ഫൺ വിത്ത് മാവേലി എത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇവിടെ വന്നിരിക്കുന്ന രണ്ട് സുന്ദരികളുടെ അടുത്ത്. എന്താ സുന്ദരിയുടെ പേര്? മിനിയേച്ചി. എവിടെന്നാ പറഞ്ഞേ? ഗുരുവായൂർ അമ്പല നടയുടെ അടുത്തുനിന്ന്. ഗുരുവായൂർ. ആ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ? കൃഷ്ണനെ കുറിച്ചുള്ളൊരു പാട്ട്. കൃഷ്ണന്റെ അടുത്ത് വന്നിട്ട് കൃഷ്ണനെ കുറിച്ചല്ലേ എന്താണ് ആലോചിച്ചോ? പേരെന്താണോ? ഷിനി. എവിടെ സ്ഥലം?
ചാവക്കാട്. ചാവക്കാട്. അപ്പൊ രണ്ടുപേരും കൂടെ കൂടി ഓണത്തിന്റെ ആദ്യത്തെ ദിവസം പൂക്കളം കാണാൻ വന്നു. അതെ. എങ്ങനെയുണ്ട് നമ്മുടെ ഓണം? ഈ പ്രാവശ്യം ഓണത്തിന് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കണത്? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? യാത്രകളുണ്ടോ? ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നുണ്ടോ? ഓണത്തിന് യാത്രകൾ തന്നെ, എല്ലാ ബന്ധുക്കളുടെ വീട്ടിലും പോവും. പിന്നെ തൃശ്ശൂരൊക്കെ കറങ്ങി കുറെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. അതാണ് മെയിൻ ഇപ്പോ ഇന്ന് വന്നത്. ഇന്ന് അതൊക്കെ നടക്കും. അതെ, ഇന്ന് അതൊക്കെ നടക്കും. ഓണക്കോടിയൊക്കെ വാങ്ങിയോ? കുറച്ചൊക്കെ വാങ്ങി. ഓണം പിന്നെ ഞങ്ങളൊരു സെന്ററിൽ പോകുന്നുണ്ട്, ജിം സെന്ററിൽ. അപ്പോൾ അവിടെ ഒരു ഓണാഘോഷം. പിന്നെ ഹോസ്പിറ്റലിൽ ജോലിയാണ്, അവിടെ ജോലി നേഴ്സാണോ? ചാവക്കാട് താലൂക്ക്. നേഴ്സാണോ? അല്ല, അറ്റൻഡന്റ്. ആഹാ. അപ്പൊ ജോലിയുടെ ഇടയ്ക്കാണ് വരുന്നത്. ഒരു മാത്രയെങ്കിലും കാണാതിരുന്നെങ്കിലേ ഗുരുവായൂരപ്പ. എന്തായാലും സന്തോഷമുണ്ട്. ഏറെ സന്തോഷത്തിൽ തന്നെയാണ് ഇവര്. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാ? ഇനി പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ? അതെ അതെ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. പുലിക്കളിക്കടന്ന് വരുന്നുണ്ടോ? പുലീനെ കാണാൻ ആഗ്രഹം. എവിടെയാ പുലിക്കളിന്നോ? അത് മൂന്നോണത്തിന്. 4 ഓണത്തിന്. 4 ഓണത്തിന് അതിന് വരും. അപ്പൊ അത് ഉഷാറാവട്ടെ. അപ്പൊ ഹാപ്പി ഓണം അവിടെ കൊടുത്തേ നമ്മുടെ പ്രേക്ഷകർക്ക്. TCVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. അപ്പോ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫൺ വിത്ത് മാവേലി ഇതാ കുറച്ച് സുന്ദരികളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എവിടെ വരെ ഈ ഓണത്തിന്റെ ആഘോഷമൊക്കെ? ഇപ്പൊ മത്സരം കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ. സമ്മാനമൊക്കെ കിട്ടിയോ? സമ്മാനം കിട്ടി, 2 സെക്കൻഡ് കിട്ടി. എന്തൊക്കെയാണ്? ഏത് ഐറ്റം ആയിരുന്നു? ഫാഷൻ ഷോ ഉണ്ടായിരുന്നു, ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു. 2നും നമ്മൾ സെക്കൻഡ് അടിച്ചു. സെക്കൻഡ് അടിച്ചു. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മത്സരമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? അടിപൊളി. പൊലിവ് ഒന്നും പറയാനില്ല. വിമല കോളേജ് പൊളിച്ചു. അപ്പൊ ഈ പ്രാവശ്യം ഓണത്തിന് എന്തൊക്കെയാണ് ഐറ്റംസ് അണിയറയിൽ ഒരുങ്ങുന്നത്? എന്തൊക്കെയാണ് ഓണത്തിന് ഐറ്റംസ് കുറെ കഴിഞ്ഞു. വടംവലി ഉണ്ടായിരുന്നു, ഉറിയടി ഉണ്ടായിരുന്നു, ഊഞ്ഞാലാട്ടം ഉണ്ടായിരുന്നു. ഇതിപ്പോ ഗ്രൂപ്പ് ഡാൻസ്, ഫാഷൻ ഷോ, ഓണപ്പാട്ട് എല്ലാം കഴിഞ്ഞു. പേര് മറന്നുപോയി. മിന്ന. എവിടെ സ്ഥലം? എവിടെയാ ശരിക്കും? ഏനമാവ്. അലീന ചേലക്കര. ഹർഷ പട്ടാമ്പി. അപ്പൊ ഇവിടെ 3 പേര് ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് നീക്ക പേര് പറഞ്ഞോളൂ. ദിൽഷ, അനുശ്രീ, മർവ. അപ്പോ ഈ പ്രാവശ്യം ഓണത്തിന് തിരുവോണത്തിന്റെ അന്ന് എന്തൊക്കെയാ പരിപാടി? തിരുവോണത്തിന് നമുക്ക് പുറമേ നിന്നൊരു ടീം വരും. അത് സർപ്രൈസ് ആയിട്ടാണ് യൂണിയൻ വെച്ചേക്കുന്നത്. സോ നമ്മളെല്ലാരും ഫുൾ ത്രില്ലാക്കിയിട്ടാണ് വരുന്നത്. പുറമേന്നാണ് വരുന്നത്, പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല, കാരണം പറഞ്ഞ ആ ഒരു എക്സൈറ്റ്മെന്റ് പോകല്ലോ. സോ നമ്മളെല്ലാരും ഒരു സർപ്രൈസ് മൂഡിലാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്തായാലും വന്നിരിക്കണം, കാരണം വന്നാലേ അറിയുള്ളൂ എന്താ. തീർച്ചയായിട്ടും നോമ്പൊന്ന് വരുന്നുണ്ട് കേട്ടോ, ഒന്ന് അറിയാനായിട്ടൊന്ന് വരുന്നുണ്ട്. അപ്പോ വീട്ടിൽ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? വീട്ടിൽ ഓണാഘോഷം തകൃതിയായിട്ട് നടക്കും. ഓണസദ്യ രാവിലെ എഴുന്നേക്കണു, വീട്ടില് എന്താ പറയാ സദ്യ ഒരുക്കണു, പൂക്കളിടുന്നു, വീട്ടിലെ ഉച്ചയ്ക്ക് എല്ലാവരും വരണു, വൈകുന്നേരം പടക്കം പൊട്ടിക്കണു. പൊളിയാണ് ഓണം. വേറൊരു വൈബാണ്. ഇങ്ങോട്ട് വന്നിവിടെ നിൽക്കാം. ഓടി പോണേ, എങ്ങോട്ടാ ഓടി പോണേ? എങ്ങനെയാണ് വീട്ടിലെ ഓണാഘോഷം? വീട്ടിലെ ഓണാഘോഷം അമ്മ വീട്ടിൽ പോവും, പിന്നെ അവരൊപ്പം കുറച്ച് കളിക്കും, ഊഞ്ഞാലാടും, പിന്നെന്താ ഓണസദ്യ കഴിക്കും, പായസം കുടിക്കും, കടന്നുറങ്ങും. വിഷമമുണ്ട്, ഓണം കഴിഞ്ഞ് തുറക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് ഇവിടെ എക്സാം ആണ്. അതുകൊണ്ട് അങ്ങോട്ട് തകർക്കാണ്ട് പറ്റണില്ല. എന്നാലും ഞങ്ങൾ ആഘോഷിക്കും, പറ്റണ രീതിയിൽ ഞങ്ങളെ കൊണ്ട് മാക്സിമം ഞങ്ങൾ ആഘോഷിക്കും. വീട്ടിലെ ഓണാഘോഷം എങ്ങനെ? അടിച്ചു വിളിക്കും. അതായത് വീട്ടിലെ ഭാഗം പപ്പയും മമ്മിയും ഞാനും മാത്രമേ ഉള്ളൂ. പക്ഷെ 3 ആളാണെങ്കിലും നമ്മള് അടിച്ചു വിളിക്കും. ജസ്റ്റ് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വീട് മൊത്തം ഓണം വൈബാക്കും. അപ്പൊ ഓണം കളറാവട്ടെ എന്ന് ഞങ്ങൾ അങ്ങനെ ആശംസിക്കുകയാണ്. നോം ഇന്ന് ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കാണാനൊക്കെ സാധിച്ചു. അപ്പോൾ തൃശ്ശൂരത്തെ വലിയ അത്തപ്പൂക്കളൊക്കെ ഗംഭീരായിരിക്കുന്നു. അപ്പൊ ഒരു ഓണത്തിന് എന്തായാലും ഓണത്തിന് വന്നാലേ ഒരു 2 വരി ഒന്ന് പാടിക്കേ, ഒന്ന് കേക്കട്ടെ. പാട്ടുകാരിയാണ്. എന്റെ കൂടെ ഒരുമിച്ച് വളരെ പാടാം. അല്ല, തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. താങ്ക് യു. നല്ല പാട്ടുകാരിയാണ്. ഞാനല്ല. അപ്പൊ ഓണം വേറൊരു വൈബ് മൂഡിൽ എത്തട്ടെ. ഞങ്ങൾ എന്തായാലും വെറുതെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടി അങ്ങോട്ട് കൊടുക്കുകയാണ്. 3 പേരുണ്ട്. അപ്പൊ 3 പേർക്ക് തരണം. 3 പേരുണ്ട്. 3 ഞാൻ പാടില്ലേ, ഞാൻ പാടിയ ഈ ഒരു സമ്മാനം അങ്ങോട്ട് തരികയാണ്. സന്തോഷമായോ? സന്തോഷം. ഹാപ്പി ഓണം. അപ്പോ എന്താണ് പേര്? പേരെന്താണ്? എവിടെ സ്ഥലം? വരവൂര്. സഹന. വരവൂര്. എന്താ പേരെന്താണ്?
രമ്യ എവിടെ സ്ഥലം എവിടെയാ? ചേലക്കര. ചേലക്കര. മേഘ വടക്കാഞ്ചേരി സ്ഥലം. മനീഷ ചേലക്കര. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ ചേലക്കരയിലേക്ക് ഓണാഘോഷമൊക്കെ എവിടം വരെയായി? തുടങ്ങിയോ? അതിന്റെ ആരംഭമൊക്കെ കുറിച്ചോ? നന്നായിട്ട് പോണു. തുടങ്ങിയിട്ടൊന്നുമില്ല. പൂവൊക്കെ ഇട്ട് തുടങ്ങി. ഇനി ഞങ്ങൾ തുടങ്ങാൻ പോണേ ഉള്ളൂ. ചേലക്കരയിലെ ഒരു പ്രത്യേകത, അവിടെ ഒരു പ്രത്യേകതരം കളിയുണ്ട് അല്ലേ? പകിട അല്ലേ? ഒരു തലപ്പന്ത് കളി അല്ലേ? അതല്ലേ അവിടെ തലമ? അതാണ്. അങ്ങനെ ഒരു പന്ത് കളിയെ കുറിച്ച് നാം കേട്ടിരിക്കുന്നു. അതെന്താ സംഭവം അറിയോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അത് നിങ്ങളുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ കേട്ടു. അവിടെ ഉണ്ട്. അവിടെ വീട്ടിൽ എന്തൊക്കെ തരമുള്ള ആഘോഷങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യം ഒരുക്കിയിരിക്കണത്? പായസമൊക്കെ എത്ര തരം ഉണ്ടാവും? ഒരു തരം പായസം, പിന്നെ സദ്യ ഉണ്ടാക്കും, പിന്നെ പൂക്കളിടും, അങ്ങനൊക്കെ. പിന്നെ ഡ്രസ്സ് എടുക്കും, അമ്മയുടെ വീട്ടിൽ പോവാ. അങ്ങനത്തെ ബന്ധുക്കളൊക്കെ വരണില്ലേ? അങ്ങനെ വരാറില്ല, അങ്ങോട്ട് പോവാറാണ് പതിവ്. അങ്ങനെ ഈ പ്രാവശ്യം എങ്ങനെയാണ്? വല്ല ടൂറോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് പിന്നെ പഠിക്കണം. ഈ പ്രാവശ്യം എക്സാം അത് കഴിഞ്ഞിട്ടായി പോയില്ലേ? അതെ, ഇപ്പൊ പിന്നെ പഠിക്കാനുണ്ട്. അപ്പൊ പിന്നെ ഇടയ്ക്ക് പോവും. അത് വേറെ കാര്യം. ഇവിടെ എന്താ പഠിക്കണേ? വിമല കോളേജിൽ എന്താ പഠിക്കണേ? BSc കെമിസ്ട്രി. അപ്പൊ ഇവിടുത്തെ എങ്ങനെയാ നിങ്ങളുടെ കോളേജിന്റെ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? ഇതിനു മുമ്പും ഈ പ്രാവശ്യമൊക്കെ ഉള്ളതൊക്കെ എങ്ങനെയാണ്? പ്ലാൻ എങ്ങനെയാണ്? മുന്നത്തെയൊക്കെ നല്ലത് തന്നെയായിരുന്നു. പ്രാവശ്യം ഒരുപാട് കോമ്പറ്റീഷനൊക്കെ വെച്ചിട്ടുണ്ട്. 29-ാം തീയതി വരുന്നു. പിന്നെ എന്തൊക്കെയാ പരിപാടി? നാട്ടിലൊക്കെ ഈ കലാപരിപാടികൾ, ഓണാഘോഷം അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടോ? കലാപരിപാടി ആഘോഷം ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ഒരു പരിപാടികളൊക്കെ നടത്താറില്ലേ? തിരുവാതിരകളി, കൈകൊട്ടിക്കളി പരിപാടി ഒക്കെ ഇടാറുണ്ട്. അമ്പലത്തിലൊക്കെ തിരുവാതിരക്കളി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വയ്ക്കാറുണ്ട് അമ്പലത്തിലായിട്ട്. പിന്നെ സദ്യ അവര് വിളമ്പും, അങ്ങനെ കുറച്ച് സംഭവങ്ങള്. അപ്പൊ പാട്ട് പാടാൻ അറിയണ ആരുള്ള ഇതിനകത്ത്? രണ്ടുപേര് പാട്ട് പാടിയ ഒരു സമ്മാനമുണ്ട്. ആയിക്കോട്ടെ, ചെറിയ രണ്ടുപേരും ആയിക്കോട്ടെ, കുഴപ്പമില്ല. എല്ലാവരും എന്തായാലും വന്നാലും ഓണാക്കിയല്ലേ. ചേട്ടന് ഓടരുത്. ഒരിക്കലും ഓടില്ല കേട്ടോ, ഒരു ടെൻഷൻ അടിക്കണ്ട. നോം നിങ്ങളെ കാണാൻ വന്നിട്ട് അങ്ങനെ ഓടുവോ? പാടട്ടെ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, പൂക്കളമിട്ടല്ലോ, ഉണ്ണിച്ചാടി മറഞ്ഞല്ലോ. പടി സമ്മാനം തരും. അയ്യടാ, എങ്ങനെ ഞാൻ സമ്മാനം കൊടുക്കും? രണ്ടുപേരും പാട്ട് പാടിയിട്ട് സമ്മാനത്തിന് നല്ലൊരു പാട്ടൊക്കെ കൂടെ പാടും. ഒന്നും നോക്കണ്ട, എന്തായാലും നോം വന്നിരിക്കണു. മനോഹരമായിട്ടൊരു പാട്ട്. ഇതിലും പാട്ട് പാടാൻ അറിയുന്ന ആളാണെന്നറിയാം. മാവേലി നാടു വാണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, ആപത്തില്ലാതെ എന്താ പറയാ? അപ്പൊ സമ്മാനം കിട്ടിയേ പോകോളെന്നാണ്. പേര് പറഞ്ഞുപോയി, പേര് പറഞ്ഞോളൂ. ഏതാ? അപ്പൊ ഒന്ന് എനിക്ക് തന്നെ മനുഷ്യരുടെ കൂട്ടുകാരികളും മനുഷ്യയും ഒക്കെ ഒരു സമ്മാനം കൊടുക്കാം. നമ്മുടെ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിപെട്ട ഓണ സമ്മാനമാണ് കൊടുക്കുന്നത്. ഒരു ഓണക്കോടിയാണ് കൊടുക്കുന്നത്. അപ്പൊ കൊടുത്തോട്ടെ. പിടിച്ചോളൂ, 3 പിടിച്ചോളൂ. സന്തോഷായോ? ഓ, സന്തോഷായി. ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. ജീവനോടുകൂടിയൊക്കെ ഒന്ന് പറ. ഇതെന്താ? ഹാപ്പി ഓണം. നമസ്കാരമുണ്ട്. ഓണത്തിന്റെ ഒരുക്കങ്ങളെ കടമരിയായി. ഓ, അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അല്ലോ ടൂറോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒന്നുമില്ല, ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഉണ്ടാവില്ല. കോളേജിലെ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? കോളേജിലെ ആഘോഷങ്ങൾ ഇന്നലെ തുടങ്ങി. മത്സരങ്ങളോ തുടങ്ങിയോ? മത്സരങ്ങളൊക്കെ നാളെയാണ്. എവിടെന്നാ പറഞ്ഞേ? ടീച്ചർ എവിടെന്നാ പറഞ്ഞേ? ഞാൻ അന്തിക്കാട്. അപ്പൊ ഇവിടത്തെ നമുക്കറിയാം, നമ്മുടെ തൃശ്ശൂര് വലിയ ഓണാഘോഷമാണ്. 4-ാം നാളില് അല്ലേ പുലിക്കളി അടക്കം. കാണാൻ വരാറുണ്ടോ? പുലിക്കളി ഇവിടെ ഞാൻ ഒരു വർഷം വന്നിട്ടുണ്ട്, പിന്നെ ഇപ്പൊ അധികം വരാറില്ലേ. അപ്പൊ ഈ പ്രാവശ്യം ഓണം അടിച്ചു പൊളിക്കാണ്. അതെ. ഓണത്തിന് പാട്ട് പാടാൻ പറ്റുമോ? ഒരു രണ്ടുപേര് പാടുപെടൂലേ? ഓണാശംസ. എല്ലാവർക്കും ഓണാശംസകൾ. നമസ്കാരമുണ്ട്. എവിടെ വരെയായി ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ? മത്സരങ്ങളൊക്കെ കഴിഞ്ഞോ? ഇല്ല, നാളെയാണ് ഓണം സെലിബ്രേഷൻ. നാളെയാണോ ഓണത്തിന്റെ ആഘോഷം? പേരെന്താണോ? അനില. എവിടെ സ്ഥലം? എവിടെയാ? മൂവാറ്റുപുഴ, എറണാകുളം. ചന്ദന, കോഴിക്കോട്. ബാഷ്പ, മലപ്പുറം. എങ്ങനെയുണ്ട് ഈ തൃശ്ശൂരൊക്കെ വന്നപ്പോ? തൃശ്ശൂരുകാരൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. സൂപ്പർ, നല്ലതാ. നിങ്ങളുടെ മൂവാറ്റുപുഴയിലെ ഓണത്തിന്റെ പ്രത്യേകത എന്താ? ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെ വല്ലോ സദ്യക്ക് എങ്ങനെയെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ? ഈ ചില ഏരിയകളിലെല്ലാം പപ്പടം പ്രഥമൻ അല്ലേ, അതുപോലെ തന്നെ പാലടയൊക്കെ ആയിരിക്കും ചിലർക്ക്. അതുപോലെ തന്നെ ഓരോ ഏരിയകളിലും ഓരോ പായസങ്ങൾക്കാരും പ്രാധാന്യം. അപ്പോൾ അവിടെ ഏത് പായസത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരും ഇഷ്ടപ്പെടുന്നത്? പരിപ്പാണോ പാലടയാണോ? പാലടയാണ് അല്ലേ? അപ്പോൾ വീട്ടിലെ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഏട്ടനും. ഓണത്തിന്റെ അന്ന് എല്ലാവരോടും ഒരുമിച്ച് ഇരുന്നിട്ടാണോ സദ്യയൊക്കെ?
വീട്ടിൽ തന്നെയാണോ പാചകങ്ങളൊക്കെ അധികം പുറത്തുനിന്ന് ഓർഡർ കൊടുക്കും? വീട്ടിൽ തന്നെയാ. അത്യാവശ്യം പാചകം ചെയ്യാനൊക്കെ അറിയോ? അതേ പാചകം മാത്രമേ ഉള്ളൂ? ഞാൻ അമ്മ ഉണ്ടാക്കും. അമ്മ ഉണ്ടാക്കും, നമുക്ക് പാചകം ഉള്ളൂ. അവിടെ എങ്ങനെ പാചകമാണോ പാചകമാണോ? പാചകം പാചകം ഇല്ലേ? പാചകം പാചകം അമ്മ പാചകമാണ്. അമ്മ പാചകമാണ് അല്ലേ? എന്താണെങ്കിലും കഴിക്കാൻ നേരത്ത് എണീക്കോ? അതേ നേരത്തെ എണീക്കോ നേരത്തെ കിടന്നുറങ്ങോ? അമ്മേന്റെ കൂടെ നിൽക്കും. അമ്മയുടെ കൂടെ നിൽക്കും. എന്തൊക്കെ കണ്ടു പഠിച്ചോളാം കേട്ടോ. അവിടെ എങ്ങനെയാ പാചകോ? പാചകം എല്ലാവർക്കും പാചകം മാത്രമേ ഉള്ളൂ, പാചകം ഒന്നും ഇല്ല. എന്നാലും കുഴപ്പമില്ല. പാചകമാണെങ്കിലും വാചകമാണെങ്കിലും വാചകക്കാരികളാണെങ്കിൽ രണ്ടുപേരും പാട്ടങ്ങ് പാടിക്കേ. നോമിന് ഇതെല്ലാ പാട്ടും ഇഷ്ടമാണ്. രണ്ടുപേരും എല്ലാവരും ഒരുമിച്ച് ആരെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കോ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അമുദത്തോടെ വസിക്കും കാലം ആപത്തില്ലതാനും. കൊള്ളാം, കുഴപ്പമില്ല. അപ്പോ എല്ലാവിധ ഓണാശംസകൾ ഞങ്ങൾ നേരുകയാണ്. അപ്പൊ വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ അങ്ങനെ വെറുതെ വിടുന്നില്ല. ഒരു ഒന്നൊന്നര പവനല്ലേ മനസ്സിൽ വന്നത്? മനസ്സിരിക്കട്ടെ, നടക്കില്ല. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഒന്നൊന്നര ഓണക്കോടിയാണ് സമ്മാനം തന്നിരിക്കുന്നത്. 3 രൂപ പിടിച്ചോളൂ. ഹാപ്പി ആയോ? ഈ ഓ എന്ന് പറയുന്നത് പാലക്കാടാണ്. നിങ്ങൾ പാലക്കാടല്ലല്ലോ, നിങ്ങൾ എവിടെ മൂവാറ്റുപുഴയല്ലേ? അവിടെ ഓ എന്ന് പറയോ? അതാണ് നോമ്പ്. അതെ, പാതാളത്തിൽ നിന്ന് ഇപ്പൊ എല്ലാം മിക്സായി. ഇനിയിപ്പോ എന്തായാലും കുഴപ്പമില്ല. ഓണം കളർഫുൾ ആവട്ടെ. നാട്ടിലേക്കൊക്കെ എന്താ പോണേ? നാളെ വീട്ടിലേക്ക് വിളിച്ച് പറയാ. മാവേലിനെ കണ്ടു. മാവേലി എന്ത് വന്നു? പറയാ. ലക്ഷ്മി. എവിടെ വീട്? തേറമ്പം മാടിക്കത്ത. നസാഫർ, സ്ഥലം പെരിങ്ങാവ്. നിവേദ് അക്കരവറം. സാവിയോശൻ പൊങ്ങണങ്ങാട്. എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? എങ്ങനെയാണ്? നല്ല കോളേജാണോ ക്ലാസ് ആണോ? ക്ലാസ്. അവിടെയൊക്കെ ആണോ ഓണാഘോഷം? എന്താണ്, എങ്ങനെയാണ് പരിപാടികൾ? 29 തീയതി. വീട്ടിലുള്ള ഓണാഘോഷം എങ്ങനെയാ? വീട്ടില് കൊഴപ്പില്ല, നല്ല. ഇപ്പൊ ഓണം പൂക്കളൊക്കെ ഇട്ട് ഇപ്പൊ നന്നായി പോണല്ലേ. അങ്ങോട്ട് ചോദിക്കണേ. അങ്ങനെ തന്നെ നന്നായി പോണു. എങ്ങനെയാണ് ഓണാഘോഷമൊക്കെ? ഓണാഘോഷം അടിപൊളിയാ. ഈ പ്രാവശ്യം എന്തൊക്കെയാ പരിപാടി? എവിടെ? വീട്ടില് സദ്യ വെക്കും, അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ. അങ്ങനെ സാധാരണ പോലെ തന്നെ ഓണാഘോഷിക്കും, എല്ലാ പോലെ നടത്തുന്ന പോലെ അങ്ങനെ ഓണാഘോഷിക്കും. അങ്ങനെ വീട്ടിലെങ്ങനെയാ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? ഞങ്ങൾ മുസ്ലിംസ് അല്ല, ആഘോഷില്ലേ? എന്നാലും സദ്യയൊക്കെ വെക്കും. അങ്ങനെയൊന്നും ഓണം നമ്മുടെ എന്താണ്, നമ്മുടെ എല്ലാവരുടെയും ആഘോഷാണ്. അവിടെ എന്തല്ലേ കേരള അപ്പൊ ഓണം അടിച്ചുകൊടുത്ത് ആഘോഷിക്കാം. ഇതിലാരാ പാട്ട് പാടുന്നത്? ഒരു സമ്മാനം തരാൻ നിർത്തലാണ്. പാട്ട് ഞാൻ പാടില്ല. ഞാൻ പാടില്ല, എനിക്കറിയില്ല പാടാൻ. ഈ അതിപ്പോ ഒരു സമ്മാനം തരാൻ ആർക്കാ പറ്റും? നിങ്ങൾ ആരെങ്കിലും പാടില്ലോ? ആരും പാടില്ലേ? ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ആണോ? ജീവനില്ലാണ്ട്. ഹാപ്പി ഓണം. അപ്പോ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി പള്ളിക്കുളം റോഡിലുള്ള TCV ഫൺ വിത്ത് മാവേലിയിൽ ചെറിയൊരു ഇടവേളയിലേക്ക് ഞങ്ങൾ പോവുകയാണ്. ഇടവേള കഴിഞ്ഞ് കൂടുതൽ അതിഥികളിലേക്ക് ഞങ്ങൾ വേഗം വരാം. അപ്പോൾ ഇടവേള. മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഹാപ്പി ഓണം. Is it good only?
അവര് നമ്മളെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മുറി ഇംഗ്ലീഷ് ഒക്കെ കേട്ടപ്പോൾ അവരെ ഓടിപ്പോയി. എങ്ങനെയുണ്ടോ ഓണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാ അടിപൊളിയാന്ന്. അപ്പോൾ അടിപൊളിയുള്ള ഓണം ഇങ്ങനെ ആഘോഷിക്കുകയാണ് TCBയുടെ ഫൺ വിത്ത് മാവേലി. മനിക ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലിയിൽ ഒരുപാട് അതിഥികളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ കടന്നു വരും. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അതിഥികളിലേക്ക് വരികയാണ്. അതേ ഇവിടെ കുറച്ച് പേര് വരുന്നില്ല, അവരോട് ചോദിക്കാം. നമസ്കാരമുണ്ട്, ഓടരുത്. ഞാനൊരു കാര്യം ചോദിക്കാനാണ്. ഓണം എവിടെ വരെയായി? ഓണം നന്നായി പോണ്. പേര് ഗോപിക. ഗോപിക എവിടെയാ സ്ഥലം? പൂച്ചിനിപ്പാടം. കണ്ടാണശ്ശേരി. പേര്? ഹസീബ. രേഷ്മ അയ്യന്തോട് വീട്. നിങ്ങളുടെ ഓണൊക്കെ എവിടെ വരെ ആയിട്ടുണ്ട്? ഓണം തുടങ്ങിയല്ലോ. പഠിക്കണം എല്ലാരും? അതെയോ? പഠിക്കാണ്, പഠിച്ചു കഴിഞ്ഞ. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഓണാഘോഷവും കോളേജിലെ ഇത് എന്തൊക്കെയാണ് സംഭവം? എന്തൊക്കെയാ? കണ്ടോ സംഭവം ഒന്ന് കാണിച്ചു നോക്കട്ടെ. മേടിച്ചൂലേ? മേടിച്ചിട്ടുള്ളൂ. തുടങ്ങി. കണ്ടോ ഓണം കണ്ടോ? അവര് പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഓണം എന്ന് പറയുന്നത് നമ്മുടെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കേണ്ട ദിവസമാണ്. ഓണക്കൊടി വാങ്ങിയോ? ഇല്ല, എടുക്കണം. അപ്പൊ അതൊക്കെ ഇനി സമയമുണ്ടോ? സമയമില്ല, എടുക്കണം. എന്നാലും സമയം ഇല്ലാണ്ട് ഇങ്ങനെ അല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പായസം ഏതാ? അടപ്രഥമൻ. പാലട. അപ്പൊ എന്തായാലും ഇതിലാരാ പാട്ട് പാടാൻ അറിയണത്? ആർക്കെങ്കിലും അറിയോ? ഒരു സമ്മാനം അങ്ങോട്ട് തന്നിട്ട് അങ്ങ് പോകാൻ ഓർത്തിട്ടായിരുന്നു. ഒരു പാട്ടൊക്കെ പാടിക്കോ ഓണത്തിനെ കുറിച്ച്? അറിയോ? മാവേലി നാടു അറിയോ? അറിയാം. സമ്മാനാ അത് കിട്ടുമ്പോഴല്ലേ? മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെന്നാർക്കും മുട്ടില്ലതാരും. ബാക്കി അറിയണ്ട, സന്തോഷായിരിക്കണു. അപ്പോ മനിക ഗോൾഡൻ ഡയമണ്ട്, അതായത് പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് ഇവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. ഒരു തിരക്ക് പിടിച്ചങ്ങോട്ട് പോകുമ്പോ മോമനെ കണ്ടപ്പോ അങ്ങോട്ട് പിടിച്ചു നിർത്തി. അപ്പൊ 3 പേരോട് പിടിച്ചോളാം. ഹാപ്പി ആയോ? ഇത് പ്രതീക്ഷിച്ചോ? ഇല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇതാണ് ഓണം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? മനോഹരമായൊരു സന്തോഷമാണ്. ജാതിയുണ്ട്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. എന്തിരിക്കണു? ഹാപ്പി ആയിരുന്നു ഞങ്ങള്. അതിലൊന്നും ഒരു ഹാപ്പി ഇല്ല. മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യന്റെ മനസ്സ് നന്നായാൽ മതി. ജാതി ഹാപ്പി അപ്പോ ഹാപ്പി ഓണം, എല്ലാവിധ ആശംസയും നേരെയാണ്. അപ്പോ അടിച്ചു പൊളിച്ച ഓണം ആഘോഷിക്കുക കേട്ടോ. വീട്ടുകാരോടൊക്കെ അന്വേഷണം പറയുക. നോമനെ കണ്ട കാര്യം പറയണം കേട്ടോ. ഹാപ്പി ഓണം. അപ്പോ നോം പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? മനസ്സ് നന്നായാൽ മതിയെന്ന് അല്ലേ? സന്തോഷമായാൽ മതിയെന്ന്. അപ്പൊ സന്തോഷമുള്ള മനസ്സുമായിട്ട് നമുക്ക് നാളെ വീണ്ടും ഒരുപാട് അതിഥികളിലേക്കൊക്കെ കടന്നു വരാം. അപ്പൊ എന്താ പേര്? അഖില. എവിടെ സ്ഥലം? കോളേജ്. അനുശ്രീ കോടാലി. ഏഞ്ചൽ മാടക്കത്ര. കൃഷ്ണപ്രിയ വടക്കഞ്ചേരി. കൃഷ്ണപ്രിയ തൃക്കൂർ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ എവിടെ വരെയായി? ആഘോഷങ്ങൾ എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. ഇനി സെലിബ്രേഷൻ, അത് കഴിഞ്ഞ ഓണം. എന്താണ് കോളേജിലേക്ക് ഓണാഘോഷം? എന്നാ 2-3 ആയിട്ട്. 2 ദിവസം ഉണ്ടോ? അതെന്താ അങ്ങനെ? അതങ്ങനെയാ, ഒരു വൈബാണോ? അതെ. വീട്ടിൽ ഓണാഘോഷം എങ്ങനെയാ? വീട്ടില് എല്ലാവരുമായിട്ട് തറവാട്ടില് പോവും, അടിച്ചു വിളിക്കും. തറവാട്ടിലെ കുറെ പേര് വരുമോ? മേമ, ചെറിയച്ഛൻ, അങ്ങനെ മാമന്മാര്, അങ്ങനെയൊക്കെ. ഓണക്കോടിയൊക്കെ തന്നോ? ഓണക്കോടി ഞങ്ങള് തന്നെ എടുത്തു. അപ്പൊ ഒന്ന് കോഡടിക്കണ്ട് ഡ്രസ് എവിടെ? അതൊക്കെ ആയോ? വന്നിട്ട് പോ. ഞങ്ങൾ സെറ്റ് ചെയ്തു. സെറ്റ് സാരിയാണോ? അല്ല, ഞാൻ സാരി അല്ല, സെറ്റ് സാരി. ധാവണിയാണോ? ധാവണി ആയിരിക്കുന്നത്. അവിടെ ആയിരിക്കും ഇതിനകത്ത്. അപ്പൊ എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെ പോകും? സന്തോഷകരമായിട്ട് പോകുന്നു. വീട്ടിൽ ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന പായസം ഏതായിരിക്കും? പാലട. അത് വിട്ടിട്ട് കളിയില്ല. എത്ര ക്ലാസ് ഇങ്ങനെ അടിച്ചു കയറ്റും? ആ സമയത്ത് എന്ത് തോന്നണോ അപ്പൊ ആ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് കയറ്റും. വീട്ടിലാരൊക്കെയുള്ളേ? അമ്മ, അച്ഛൻ, അനിയത്തി. അമ്മ, അച്ഛൻ, അനിയൻ. ബന്ധുക്കളൊക്കെ വരുമോ? എന്തായാലും വരും. ഓണല്ല, അടിച്ചു പൊളിക്കണ്ടേ. അമ്മ, അച്ഛൻ, അനിയത്തി. എന്റെ അമ്മ, അച്ഛൻ, അനിയൻ. അപ്പോ നിങ്ങളില് ഒരു പാട്ടൊന്ന് പാടി തന്നെ. ആരാ പാടുന്നത്? ആകിലെന്നെ എല്ലാരും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കട്ടോ. പാട്ട് ഏതായാലും കുഴപ്പമില്ല. നോമിനെ ഏത് പാട്ടായാലും കുഴപ്പമില്ല. ഒരു പാട്ടങ്ങോട്ട് പാടിക്കോളൂ.
തിരുവാവണിരാവ് മനസ്സാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. ഗംഭീരായിട്ട് തീർന്നുപോയോ? പെട്ടെന്ന് തീർന്നുപോയല്ലോ. നല്ല പാട്ടാണല്ലോ. ഉഷാറ് പാട്ട് പാടിയിട്ട് എന്നാലും സാരിയില്ല, പേര് വിട്ടുപോയി. അഖില ഒരു അടിപൊളി പാട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് വെറുങ്കയോട് അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം അങ്ങോട്ട് നൽകിയാണ്. അവിടെ പിടിച്ചോളാ, ഓരോ ഓണക്കോടിയാണ്. സന്തോഷായോ? സന്തോഷം സന്തോഷം. ഹാപ്പി ഓണം. എല്ലാവരും ഉറക്കൊന്നു പറഞ്ഞേ. ജീവനില്ലാത്ത ഓണാണല്ലോ. അപ്പൊ ഹാപ്പി ഓണം. കാണാം കേട്ടോ. താങ്ക് യു. നമസ്കാരം ഉണ്ട്. എന്താ പേര്? തങ്കം. എവിടെയാ തങ്കത്തേച്ചിയുടെ വീട്? എന്റെ വീട് പുഴയ്ക്കൽ. സന്ധ്യ. എന്താ ഈ ഓണത്തിനുള്ള ഓണക്കോടിയൊക്കെ എടുക്കാൻ വന്നാണോ? എത്ര കോടിയൊക്കെ എടുത്തു? എടുത്തില്ലേ, വന്നിട്ടുള്ളോ? ഇറങ്ങിയുള്ളൂ. അതെ. എന്തൊക്കെയാണ് ബഡ്ജറ്റ്? ആർക്കൊക്കെ കൊടുക്കണം? കൊടുക്കണം, അച്ഛനമ്മമാർക്ക് കൊടുക്കാണ്ട് മക്കൾക്ക് എടുക്കണം, ഹസ്ബൻഡിന് എടുക്കണം, എനിക്ക് അതേപോലെ എൻ്റെ ചേട്ടന് എടുക്കണം, കുട്ടികൾക്ക് എടുക്കണം, പേരക്കുട്ടിക്ക് എടുക്കണം. രണ്ടുപേരും ഞാൻ ഒരു വീട്ടുപണിക്ക് പോകുന്നുണ്ട്. ഹൗസ് വൈഫ്. അപ്പൊ ഈ വർഷത്തെ ഓണത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഓണത്തിന്റെ ഒരുക്കങ്ങൾ നമ്മള് അത്തപ്പൂക്കളം ഇടുക, പിന്നെ തൃക്കാക്കരപ്പന വെക്കുക, അതൊക്കെ തന്നെ. നമ്മൾ ഇതിപ്പോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന TCBയുടെ ഫൺ വിത്ത് മാവേലി എന്നൊരു പരിപാടിയിലാണ്. നമ്മുടെ ഈ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ് ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത്. വീട്ടിൽ ഏത് പായസമാണ് ഈ പ്രാവശ്യം? പാലട. അത് വിട്ടിട്ടൊരു കളിയില്ല. 2 പായസം ഉണ്ടാവും. പരിപ്പും പാലടയും. കറികളൊക്കെ എത്ര ഉത്രാടത്തിന്റെ അന്നാണോ ഇതെല്ലാം അതൊക്കെ തുടങ്ങുക? കറികൾക്കൊക്കെ അച്ചാറും ഇഞ്ചമ്പുളിയൊക്കെ. ഇഞ്ചമ്പുളിയൊക്കെ തലേ ദിവസം. പിന്നെയുള്ളതൊക്കെ അന്നാന്ന് രാവിലെ തന്നെ വെക്കും. പുലിക്കളിക്ക് വരാറുണ്ടോ? ഓ, തീർച്ചയായിട്ടും. എത്ര മണിക്കോടൊന്ന് പോരും? വീട്ടിൽ നിന്നൊക്കെ എത്ര മണിക്ക് നിങ്ങൾ പോരും? ഞങ്ങള് 3 മണിക്കാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങും. ബന്ധുക്കളൊക്കെ ഉണ്ടാവാറുണ്ടോ? എല്ലാവരും ഉണ്ടാവും. ആങ്ങളമാരും ഹസ്ബൻഡും. തൃശ്ശൂക്കാരാണോ? പിന്നെ എല്ലാവരും വന്നിട്ട് അടിച്ച് പൊളിച്ച്. എവിടെ ഇരിക്കും നിങ്ങൾ? ഏത് ഭാഗത്താ നിൽക്കാറ് സാധാരണ? ഇവിടെ പാർക്കില് അല്ലേ? അപ്പൊ അവിടെ വന്നിരുന്ന സന്തോഷമായിട്ട് കാണാം. ഓ, ഇഷ്ടപ്രകാരം. നേരെ വേഗം കുട്ടീനെ കൊണ്ടുപോകും. കുട്ടികള് പോകും. അപ്പൊ തുണിയെടുക്കാരൻ അവർ വന്നിരിക്കുന്നത്. അപ്പൊ പാട്ട് പാടാൻ ഇറങ്ങിയാലും രണ്ടുപേര് അറിയില്ല. അയ്യോ, ഏത് പാട്ട് പാടുക? അയ്യോ, ചന്ദനപ്പൊട്ടിൻ്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. കഴിഞ്ഞു. മതി. ചന്ദനപ്പൊട്ടെങ്കിൽ ചന്ദനപ്പൊട്ട്. അപ്പൊ എന്താ കിട്ടിയിരിക്കണു? ചന്ദനപ്പൊട്ട് പാടി ഞങ്ങള് വാക്ക് പാലിച്ചിരിക്കണു. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവട്ട് സമ്മാനം കൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ ഫൺ വിത്ത് മാവേലി. സന്തോഷായോ? ഇതൊരു ഓണക്കോടിയാണ്. ഓണക്കോടി എടുക്കാൻ പോകുമ്പോ മാവേലി വന്നിട്ട് എന്ത് തന്നു? ഓണക്കോടി തന്നു. സന്തോഷമായി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം കേട്ടോ. വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പൊ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇതാ കുറച്ച് കുട്ടികളുടെ കൂടെ അങ്ങനെ ചേരുകയാണ്. എന്താ പേര്? അനഘ. സ്ഥലം എവിടെയാ? ആറ്റൂര്. സഫ്വാന, വീട് കോടാലി. അഞ്ജലി ഒറ്റപ്പാലം. അനശ്വര ഒറ്റപ്പാലം. ഒറ്റപ്പാലത്ത് നിന്നാണോ ഇവിടെ വരണേ? എല്ലാ ദിവസവും വരുവാണോ? ദൂരം കുറേ ഉണ്ടല്ലോ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? പഠനമൊക്കെ എങ്ങനെ പോണോ? ഓണം എവിടം വരെയായി? എന്തായി ആഘോഷങ്ങളൊക്കെ? ഓണം ഞങ്ങൾക്ക് പ്രശ്നം ഓണമില്ല. എന്ത് പറ്റി? അത് അങ്കിള് മരിച്ചിട്ട്. അതൊരു വലിയ ആഘോഷം ഇല്ല. ഓണമൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല. അടിപൊളിയാണോ? അത്ര അടിപൊളിയല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒറ്റപ്പാലത്ത് എങ്ങനെ? സാധാ പോലെ. വലിയ ആഘോഷമൊന്നും ഇല്ലേ? ഉണ്ട്. ഇന്ന് പൂക്കളൊക്കെ ഇട്ടുണ്ട്. ഉഷാറാണ്. ആണ്. ഒരു വരി പാട്ട് പാടി തരണാരാ? സമ്മാനമുണ്ട്. വെറുതെ വിടില്ല. സമ്മാനമുണ്ട് കേട്ടോ. സമ്മാനമുണ്ട്. 2 വരി പാടാണ്ട് ഞങ്ങൾ വിടില്ല. 2 വരി പാടിക്കോ.
സമ്മാനം മേടിച്ച് വീട്ടിൽ പോവാം. ഓണക്കോടി പാട്ടുകൾ വരികളൊന്നും ഏതായാലും കുഴപ്പമില്ലെന്ന് ധൈര്യമായിട്ട് അങ്ങോട്ട് പഠിക്കോ. മുഖം കണ്ടാ അറിയാം പാട്ടുകാരിയാണെന്ന്. പഠിക്കോ, അറിയുന്ന രണ്ടുപേര് ഒരു പഴഞ്ചം പഴഞ്ഞനായിക്കോട്ടെ. നമുക്ക് അത് ഓമന അതാ ഇഷ്ടം. വെണ്ണില ചന്ദനക്കിണ്ണം പൊന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി കൂകും നേരം മഞ്ഞണി തൂവൽ കൊണ്ടൊരു ഒരുക്കാൻ വാ. അടിപൊളി. അത് കൈയടിച്ചേ. അപ്പോ നമ്മൾ വെറുതെ നടന്നില്ല. പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് ഓണക്കോടി അങ്ങോട്ട് നടക്കുകയാണ്. TCBയുടെ ഫൺ വിത്ത് മാവേലിയുടെ അതാ ഒരു സമ്മാനം ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടിക്ക്. ഒരു കൈയടിച്ച് എല്ലാരും ഒന്ന് പിടിച്ചോളാ. സന്തോഷായോ? സന്തോഷായോ? അൺഎക്സ്പെക്ടഡ്. ഞാൻ റീൽസ് ഒക്കെ കാണുമ്പോൾ വിചാരിക്കും നമ്മുടെ മുന്നിൽ ആരും വരുന്നില്ലല്ലോ. വന്നൂലേ, ആദ്യമായിട്ട് ഒരാൾ വന്നു. സന്തോഷായി. അതാ പറഞ്ഞേ, കുറെ നാൾ കഴിയുമ്പോൾ ആരെങ്കിലൊക്കെ മുന്നിൽ വരും. സമ്മാനം കൊണ്ട് അത്രയും ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് മുന്നിലെത്തി. അപ്പൊ ഒരു ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം. ഒന്ന് ജീവനോടുകൂടി പറയേ. ഹാപ്പി ഓണം. വീട്ടിൽ പോയിട്ട് പറയാ എല്ലാവരോടും. പ്രാവശ്യം ഓണം ഇല്ലെങ്കിലും ഓണക്കോടി കിട്ടി. ഓക്കെ, അപ്പൊ ഹാപ്പി ഓണം. അപ്പോൾ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ അതിഥികളെ കൂടെ കാത്തിരിക്കുകയാണ്. അവരിലേക്കൊക്കെ വേഗം പോയിട്ട് തിരികെ വരാം. TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അമ്മ എന്താ പേര്? എൻ്റെ പേര് വസന്ത. എവിടെ സ്ഥലം? ഗുരുവായൂരായിരുന്നു, ചുവല്ലൂർ. എങ്ങനെയുണ്ട് ഗുരുവായൂർ ഓണാഘോഷത്തിന്റെ സമയം? നല്ല 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 സമയം. ഓണത്തിന്റെ ഒരുക്കങ്ങൾ എവിടെ വരെയായി? ഓണത്തിന്റെ ഒരുക്കങ്ങൾ 3 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളൊക്കെ വരും. അപ്പോഴുള്ള ഒരു സന്തോഷമൊക്കെയാണ് ഉള്ളത്. അവരൊക്കെ എങ്ങോട്ടോ കെട്ടിച്ചുവിട്ടേക്കണേ? അങ്ങനെ ഒരാളവിടെ അടുത്തേക്കാണ്, ഒരാളെ ചൂണ്ടലിക്കാണ്. പിന്നെ അവിടെ കൊല്ലത്താണ് താമസിക്കുന്നത്. പിന്നെ 2 മക്കള് ബഹ്റിനിലാണ്, പെൺകുട്ടികളാണ്. 3 ഓണത്തിന് വരണുണ്ടോ? ഓണത്തിന് വരും വരും വരും. ലീവ് ഉണ്ടാവാറുണ്ടോ? ലീവ് ഓണത്തിന് ഒന്നൊരാൾ പോവും. ഓണത്തിന് ഏറ്റവും കൂടുതൽ പായസം അവിടെ ഏതാ ഉണ്ടാക്കുന്നത്? ഏറ്റവും കൂടുതൽ പായസം നമ്മൾ ഉണ്ടാക്കുന്നത് അടപ്രഥമൻ, പാലട. പാലട വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണ്. വീട്ടിലിപ്പൊ ഓർഡർ ചെയ്യല്ലേ മോനെ. പണ്ടത്തെ അങ്ങനെ കുത്തി കഴിഞ്ഞാൽ വീടിന്റെ മുന്നിൽ എത്തും അല്ലെ? 22 കൂട്ടം കറി, 32 കൂട്ടം കറി ഒക്കെ ആയിട്ട് എത്തും. അപ്പൊ ഓണം പണ്ട കാലം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് എൻജോയ് ഒക്കെ ചെയ്തിരുന്നു. പണ്ട് ഓണൊക്കെ പണ്ടത്തെ ഭയങ്കര സന്തോഷല്ലേ. അന്നൊക്കെയല്ലേ അന്നത്തെ കാലത്ത് ഓണം എങ്ങനെയായിരുന്നു? അന്നത്തെ കാലത്ത് ഓണം ഏകദേശം ഉത്രാടത്തിന് ഒരു 5-6 ദിവസം കഴിഞ്ഞ കായ്ക്കൊല്ല കൊടുന്ന് കൊളുത്തും. പിന്നെ ഓണം വരവായി, പൂക്കളടലായി, നമ്മള് ഇത് വെക്കിലായി, അത്തക്കളം ഇട്ട് എല്ലാ വീട്ടിലും തിരുക്കാരപ്പനെ വെക്കും. അങ്ങനെയൊക്കെയുള്ള നല്ല സന്തോഷമൊക്കെയാണ്. എന്തായാലും ഓണം ഹാപ്പി ആയി തീരട്ടെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഒരു പാട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും ഒന്ന് പാടിക്കേ. അയ്യോ, ഗുരുവായൂരിൽ നിന്ന് വന്നതല്ലേ, ആ കണ്ണനെ കുറിച്ച് അറിയാം. രണ്ടുപേരും പാടിക്കോ, കുഴപ്പമില്ല. കണ്ണനെ പറ്റിട്ട് ഞാൻ എന്താ മറന്നു തുടങ്ങി മോനെ. എനിക്ക് അറിയാവുന്നത് രണ്ടും ഏതെങ്കിലും. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോമൽ തുമ്പി ഈ പൂവയലിൽ മോഹം തന്നിൽ മുത്തായി മാറ്റും പൂവിളിയിൽ. മതിയുടെ മോനെ. പിന്നെ സന്തോഷമായിരിക്കണോ? ഒരു സമ്മാനം കൊണ്ട് കൊടുക്കാം. അപ്പോ നമ്മള് TCBയുടെ ഫൺ വിത്ത് മാവേലി ഇതാ മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഇടിവെട്ട് സമ്മാനം, അതായത് ഓണക്കോടിയാണ് നമ്മൾ കൊടുക്കുന്നത് അമ്മയ്ക്ക്. അപ്പൊ ഗുരുവായൂരിൽ നിന്ന് വന്ന അമ്മ സന്തോഷമായി? സന്തോഷമായി. ഹാപ്പി ആയി. വന്നു, മനസ്സ് നിറഞ്ഞൊരു സമ്മാനം വന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കേട്ടോ. ഓ സന്തോഷം. അപ്പോൾ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിച്ച് CMS ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻപിൽ ഇങ്ങനെ എത്തിയിരിക്കുമ്പോഴാണ് 2 പേരും ഇവിടെ നിൽക്കുകയാണ്. എന്തായി ഓണങ്ങള്? ഓണം അടുത്തെത്തി, നത്തായിരുന്നു. അപ്പൊ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. വീട്ടിലെ ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാ? വീട്ടില് സ്വതവേ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുക. ആരൊക്കെയാണ് വരുമോ? വല്ല ബന്ധുക്കളൊക്കെ വരുമോ? അല്ല, ഞങ്ങൾ ബന്ധുക്കൾ വീട്ടിൽ പോവുക ചെയ്യാം. അല്ല, അവന് വീട്ടിലെ പാത്രം ഉണ്ടാക്കണ്ടല്ലോ അല്ലേ? എന്താ പേര് പറഞ്ഞോയി? പേര് ഷിബു. ഷിബുവേട്ടൻ ഭയങ്കര വില്ലനാണ്. ഇവിടെ ഉണ്ടാക്കണ്ട, അവിടെ പോയി കഴിക്കാലോ. അപ്പൊ ഇവിടെ ചോദിക്കട്ടെ, പേരെന്താ? ജോസ്. ജോസേട്ടൻ എങ്ങനെയാ ഓണാഘോഷം? നന്നായിട്ട് കഴിക്കുന്നു. വീട്ടില് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. മക്കളൊക്കെ വരും, എല്ലാവരും ഉണ്ടായിരിക്കും. നല്ല ആഘോഷമായിട്ടാണ്
ഓണമൊക്കെ ആഘോഷിക്കും എല്ലാവരും. പുലിക്കളിയുടെ അന്ന് ജോസേട്ടൻ വരുമോ? വരും. എവിടെ നിൽക്കാറ്? ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. ആ, എല്ലാ അവിടെ നിന്നാണല്ലോ വരുന്നതും ഇവിടെ അപ്പൊ എല്ലാം കഴിഞ്ഞിട്ടേ വൈകുന്നേരം പോവുള്ളൂ. ഞങ്ങളുണ്ടാവും ഇവിടുത്തെ ഒരുവിധം എല്ലാവരും ഉണ്ടാവും ഇവിടെ. പഴയ കാലത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു? അന്നത്തെ കാലം ഒരുവിധം എല്ലാം നല്ല ഇതിലായിരുന്നു. ഇന്നത്തെ കാലം മാതിരി അല്ലല്ലോ അന്ന്. ഇപ്പോൾ മാറ്റങ്ങൾ വന്നുണ്ട്. ഇപ്പോൾ അന്നത്തെ കാലം വളരെ മാറ്റങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ പുലിക്കളിയൊക്കെ പഴയ മാതിരിയല്ല. ഇപ്പോൾ എണ്ണം കുറച്ചുണ്ട്. ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. 7 മണി 8 മണി 9 മണിക്കൊക്കെയാണ് കഴിയാറുള്ളത്. ഇപ്പോൾ അത്രയും സമയമൊന്നും പറ്റില്ല. ഇപ്പോൾ ടാബിളൊക്കെ വന്നുകൂടി ഇപ്പോൾ മാറ്റമാണ് വന്നത്. കുറച്ചുകൂടെ കളർഫുൾ ആയില്ലേ? കാലങ്ങളനുസരിച്ച് ഈ പുലികളിലും വ്യത്യാസം വന്നു. ഫ്ലൂറസെന്റ് പ്രശ്നമുള്ളത് നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണെങ്കിൽ ഈ പുലിക്കളി കാണിക്കുമ്പോൾ നമ്മൾ ഈ ബാരിക്കേഡിന്റെ ഇപ്പുറത്ത് നിന്നിരുന്നല്ലോ പണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒക്കെ എല്ലാവരും റോട്ടിലാ. അതൊരു ഭയങ്കര ഭംഗി കുറയ്ക്കുന്നുണ്ട്. അകന്ന് നിന്ന് കഴിഞ്ഞാൽ ഇത് നടക്കൂടെ പോകുന്ന കാണാം. അപ്പൊ ഓണം അല്ലേ, നമുക്കൊരു ഓണപ്പാട്ട് അല്ലേ? ഓണപ്പാട്ടല്ലേ, ഏതെങ്കിലും ഒരു പാട്ടും കൂടെ കേൾക്കാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവയലിൽ മോഹം പൊന്നിൽ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൊന്നോണമായി. പൂവിളി അങ്ങനെ പൊന്നോണമായിരിക്കുകയാണ്. നമ്മള് മനസ്സ് നിറഞ്ഞ നിമിഷമാണ്. അതാ TCBയുടെ ഫൺ വിത്ത് മാവേലിയിലാണ് ഇപ്പൊ പങ്കെടുത്തിരിക്കുന്നത്. ജോസേട്ടാ, ആള് ചൊറിയല്ല, ഉപ്പലിയാണല്ലേ? അപ്പോ TCBയുടെ ഫൺ വിത്ത് മാവേലി പങ്കെടുത്ത മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന, പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. സന്തോഷമായോ? സന്തോഷം, താങ്ക് യു. വളരെ പ്രതീക്ഷിച്ചോ? ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം ഓണത്തിന്. നോം ഇങ്ങനെ വന്നിട്ട് ആദ്യമായിട്ടാണല്ലേ? വളരെ നന്നായിരിക്കണോ. അതും അവരുടെ കിട്ടിയപ്പോ വളരെ സന്തോഷമായി. ഈ വർഷം സമ്പൽ സമൃദ്ധമാവട്ടെ. ആയിക്കോട്ടെ, സന്തോഷം. ഹായ്, കാണാം. സമ്പൽ സമൃദ്ധമായി നമുക്ക് എല്ലാവരും. അപ്പൊ നമ്മൾ അവസാനിക്കുമ്പോൾ ഓരോ പാട്ടോടെ രണ്ടുപേരാണ് പറഞ്ഞേ. ഓണപ്പൂവേ പൂവേ പൂവേ ഓണപ്പൂവേ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ. ഇതാ ഇതാ ഇതാ. അപ്പോൾ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരുപാട് വിശേഷങ്ങളും പാട്ടുകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കാണാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു. മറ്റുള്ള അതിഥികളിലേക്ക് ഓണാഘോഷം എന്താ പേരേ കുഞ്ഞിന്റെ? അടിപൊളി പേരാണല്ലോ. എന്താ പേര്? സരിത. പേര് ലാര. അപ്പൊ ഓണത്തിനുള്ള ഓണക്കോടി വാങ്ങിയോ? ഇല്ലില്ല, വാങ്ങാൻ പോണു. ഇനിയിപ്പോ തിരക്കാണ്. എന്താ ചെയ്യണ? ജോലി ഉള്ളതുണ്ടോ? ഇല്ല, വീട്ടിൽ തന്നെ. അപ്പോ എങ്ങനെയാണ് നിങ്ങളുടെ ഓണത്തിന്റെ ആഘോഷങ്ങൾ, വീട്ടിലുള്ള ആഘോഷങ്ങളൊക്കെ എങ്ങനെയാ? എന്താ പൂക്കളിടും. പിന്നെ എന്നൊക്കെ തൊട്ട് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയോ? സദ്യ. അപ്പോ ഓണസദ്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഓണത്തിന് പായസം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതാ? പാലട. അത് എല്ലാവർക്കും ഇഷ്ടം പാലടയാണ് അല്ലേ? അല്ലേ? ഈ അടപ്രഥമനാണെങ്കിലും പരിപ്പാണെങ്കിലും ഗോതമ്പാണെങ്കിലും അത്ര അങ്ങോട്ട് പോരാ. പക്ഷെ പാലട അങ്ങനെ ഓർഡർ കൊടുക്കുവാണോ അത് വീട്ടിലുണ്ടാക്കുവാണോ? ഓർഡർ കൊടുത്തിട്ടുണ്ട്. സദ്യയൊക്കെ വീട്ടിലുണ്ടാക്കണ്ടോ? ഉണ്ടാക്കും. സദ്യ വീട്ടിലാണോ? വീട്ടിലുണ്ടാക്കും. വീട്ടിലായിരിക്കും ഉള്ളേ? വീട്ടില് ഞാൻ, ഹസ്ബൻഡിന്റെ അമ്മ, ചേട്ടന്റെ വൈഫ്, 2 കുട്ടികൾ. മക്കളൊക്കെയോ? 2 കുട്ടികൾ. എനിക്കൊരു മോള്. അപ്പൊ മോളെത്രയല്ല പഠിക്കണേ ഇപ്പൊ? രണ്ടിലായോ? UKG. കൊച്ചന്റെ ആഗ്രഹമല്ലേ 2ല് പഠിക്കട്ടെ. അപ്പൊ എങ്ങനെയാണ് വീട്? എവിടെയാണ് ശരിക്കും? തൃശ്ശൂരാണോ? അരിമ്പൂരാണ്. തൃശ്ശൂരിൽ തന്നെ. അപ്പൊ ഓണാഘോഷമൊക്കെ എങ്ങനെയാ? വീട്ടിലേക്ക് പോവാ? അന്ന് വീട്ടിൽ പോകും. 2 ദിവസം അവിടെ നിൽക്കും? 2 ദിവസമല്ല, 3-4 ദിവസം ഉണ്ടാവും. 3-4 ദിവസം നിൽക്കും. അപ്പൊ ഇവിടെ പുലിക്കളിയുടെ സമയമാകുമ്പോ പോരുമോ? ഇങ്ങോട്ട് വരും കാണാൻ. ഏറ്റവും മുന്നിലുണ്ടാവും. പുലിയായിട്ടുണ്ടാവോ? പുലിയായിട്ടുണ്ടാവോ? പുലിയായിട്ടില്ല. എന്തായാലും സന്തോഷമുണ്ട്. ഒരു പാട്ടൊന്ന് രണ്ടുപേരും മൂളിക്ക്. ബുദ്ധിമുട്ടാണ്. ചക്കര പാടുവോ? ഓണപ്പാട്ട് പഠിക്കേ. അത് തന്നെ. കൈ ആദ്യം പിടിച്ചേ. പാടിക്കോ. കഴിഞ്ഞ ഒരു സമ്മാനം കൊണ്ട് തരാം.
ഒരു പ്രൈസ് അങ്ങോട്ട് തരും. പഠിക്കോ? ഗുഡ് ഗേൾ അല്ലേ പാട്? ഗുഡ് ഗേൾ. പഠിക്കോ? അറിയില്ല, സാരില്ല. അന്ന് അമ്മ തുടങ്ങി വെച്ചു. അവള് പാടും. അവള് പാടും, അമ്മ സപ്പോർട്ട് ചെയ്യാന്ന്. സപ്പോർട്ട് ചെയ്തോ? പാടുമോളെ? ഇല്ല സാരില്ല. അപ്പൊ ഒരു ഹാപ്പി ഓണം കൊടുത്തേ അങ്ങോട്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോൾ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ യാത്ര തിരികെയാണ്. രണ്ടുപേർക്കും ഹാപ്പി ഓണം. നമസ്കാരം. എന്താ പേര്? പേരെന്താണാവോ? ചന്ദന. ചന്ദന. നല്ല പേരാണല്ലോ. ഇത്ര വലിയ പേടിക്കാൻ ഇല്ലേ? എന്ത് പേര്? ലക്ഷ്മി. ലക്ഷ്മി. എവിടെ സ്ഥലം? തൃപ്രയാർ ഭാഗം. തൃപ്രയാർ ഞങ്ങളുടെ ഇതാണ്. നിങ്ങൾ പഠിക്കണോ? ജോലിക്ക് വരുന്നുണ്ട്. ജോലിക്ക് വരുന്നുണ്ടല്ലേ. എങ്ങനെയുണ്ട് നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ തൃപ്രയാർ തുടങ്ങിയോ ഓണത്തിന്റെ? തുടങ്ങണുള്ളൂ, അത്തല്ലായിട്ടുള്ളൂ. ഒരു മൂടായോ? മൂടാവണുള്ളൂ. ഈ പ്രാവശ്യം എങ്ങനെയാ ടൂറൊക്കെ പോവാറുണ്ട് ഓണത്തിന്? എങ്ങനെയാണ് പരിപാടി വീട്ടിലൊക്കെ? ഫാമിലി ആയിട്ട് പോവാറുണ്ട്. വീട്ടിലായിരിക്കും ഉള്ളേ? വീട്ടിൽ 6 പേരുണ്ട്. അമ്മാമ്മ, അച്ഛൻ, അച്ഛൻ, അമ്മ, പിന്നെ അമ്മയുടെ അമ്മയൊക്കെയുണ്ട്. അവർക്കൊക്കെ ഓണക്കോടി കൊടുക്കൂ? വീട്ടിലായിരിക്കും ഉള്ളേ? അച്ഛനമ്മ ഞാനും. അച്ഛനും അമ്മയും പിന്നെ ആരാ? ഞാനും. അതാ ഞാൻ ചോദിച്ച, അച്ഛനും അമ്മയും പിന്നെ ഞാനും. അപ്പൊ എങ്ങനെ വീട്ടിലെ പായസം ഏതാണ്? പാലട. ഇവിടെയോ? പായസം പാലട കഴിക്കാനാണ് അറിയണത്, വെക്കാനറിയോ? അതായത് പാചകം അറിയോ? പാചകം ഇല്ല, വാചകം അറിയോ? അതറിയാമോ? അത് മതി, എന്തെങ്കിലും ഒന്നറിയാലോ, അത് മതി. പാചകം അറിഞ്ഞില്ലേലും വാചകം അറിയാലോ. അപ്പൊ ഒരു പാട്ട് എന്റെ 2 വരി പാടാമോ എന്ന് ചോദിച്ചാൽ നോമിനൊരാഗ്രഹം നിങ്ങളുടെ വായിൽ നിന്നൊരു പാട്ടിന്റെ 2 വരി കേൾക്കാൻ. ഏതായാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് അടുത്ത് നിൽക്കുക. ഏതായാലും കുഴപ്പമില്ല, 2 വരി ഒരു പാട്ട് പഠിക്കേ, ഓണത്തിന്റെയോ ഏതെങ്കിലും. കണ്ടാ അറിയാലോ നിങ്ങളെ പാട്ടൊക്കെ പാടാന്ന്. 2 വരി പഠിക്കേ. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. ഇതാണ് പാട്ട് പാടാൻ അറിയില്ലെന്ന് പറഞ്ഞേ. എന്നാലും അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. TCBയുടെ ഫൺ വിത്ത് മാവേലി ജനഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി 2 കൈ നീട്ടി സ്വീകരിക്കുകയാണ് എല്ലാ പ്രേക്ഷകരും. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇതുപോലെയൊക്കെ വഴിയിൽ വെച്ച് കാണുമ്പോൾ ഓടി വരിക, വിശേഷങ്ങളൊക്കെ പറയുക, എന്നിട്ട് ഒരു ഓണക്കോടിയായിട്ട് വീട്ടിലേക്ക് പോവാം. അപ്പോൾ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ് സമ്മാനം. പിടിച്ചോളൂ. സന്തോഷമായോ? സന്തോഷമായോ? അപ്പോ ഈ പ്രാവശ്യം ഓണം എങ്ങനെ കളറാക്കാം, വൈബാക്കാം അല്ലേ? അപ്പൊ ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഓണം. എന്താ സമ്മാനം കിട്ടിയിട്ട് പതുക്കെ ഒരു ഉറക്കെ അങ്ങോട്ട് പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പോ ആശംസകൾ. അപ്പൊ TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ ഇതുപോലെ ഈ പ്രോഗ്രാമൊക്കെ കാണുന്ന പ്രേക്ഷകർ വീട്ടിലുണ്ടായിട്ട് നോം ഇങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ കാണുവാണെങ്കിൽ അങ്ങോട്ട് വിളിക്കുക, മാവേലിയേ എന്നൊന്ന് വിളിക്കുക. അപ്പോൾ വിളിച്ചു കഴിയുമ്പോൾ നമ്മോടെ നിൽക്കും, അടുത്ത് വരിക, വിശേഷങ്ങളൊക്കെ പറയുക, ഒരു ഓണക്കോടിയൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോവാം. അപ്പോൾ TCBയുടെ ഫൺ വിത്ത് മാവേലിയുടെ വിശേഷങ്ങൾ തൽക്കാലം ഇന്നങ്ങോട്ട് കുറിക്കുകയാണ്. അതായത് എങ്ങനെയാ, തൽക്കാലം ഒരു ബ്രേക്ക്. നാളെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ അതിഥികളുമായി മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ ഫൺ വിത്ത് മാവേലി ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഒരു വൈബൊക്കെ ആയി തുടങ്ങി, ഓണത്തിൻ്റെ ഒരു മൂടൊക്കെ ആയി തുടങ്ങി. ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ തുണികളും അതുപോലെ തന്നെ ഓണക്കോടികളൊക്കെ കൊടുത്ത് സന്തോഷങ്ങളായിരിക്കും പറയേണ്ടത്. നോമ ഇങ്ങനെ നടന്ന് വയ്യാണ്ടായി, എന്നാലും സാരമില്ല. ഏറ്റവും സന്തോഷം എന്താണെന്നറിയോ? ഈ പ്രജകളെയൊക്കെ കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം. അപ്പം നാളെ പ്രജകളെ കാണാൻ വീണ്ടും ഇറങ്ങുന്നുണ്ട്. തൽക്കാലം ദാ ഇതിൻ്റെ ഉള്ളിലാണെന്ന് വിശ്രമം. എവിടെ? TCBയുടെ ഓഫീസ് അല്ലേ, ഞങ്ങളുടെ സ്റ്റുഡിയോ റൂമാണ്. അതിലാണ് ഞങ്ങളുടെ ഇന്നത്തെ പള്ളിയുറക്കം. അപ്പം നാളെ കാണാം ഇതേ സമയം കുറേ അതിഥികളുമായി. TCBയുടെ ഫൺ വിത്ത് മാവേലി. മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം
മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.